ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സാംസങ്ങിൻ്റെ തന്നെ ഏറ്റവും പുതിയതും അതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതും എന്നാൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റിയതുമായ സാംസങ് ഗാലക്സി M31s വിശേഷങ്ങളാണ് ഇന്ന് നോക്കാവുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഫോണിൻ്റെ ബോക്സിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് റാം, റോം, അതുപോലെ തന്നെ ഈ ഒരു വേരിയൻ്റ് ഏത് കളറിലാണെന്ന് ജസ്റ്റ് ഒന്ന് ഇതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. കുറച്ച് മറ്റ് ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്ത് ഈ ഒരു ഭാഗത്തായിട്ട് സാംസങ് ഗാലക്സി M31s വലിയൊരു രീതിയിൽ ബ്രാൻഡ് ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഈ ബോക്സിലായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. എന്നാൽ നമുക്ക് ഫോൺ കൂടാതെ ഈ ഒരു ബോക്സിനകത്ത് മറ്റെന്തൊക്കെയുണ്ട് എന്ന് നോക്കി നോക്കാം. ഇവിടെയായിട്ട് സാംസങ് എന്ന് എഴുതിയൊരു ചെറിയൊരു ബോക്സ് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പിറകിലായിട്ടാണ് സിം ഇജക്ടർ പിന്ന് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ അകത്ത് യൂസർ മാനുവൽ മാത്രമാണുള്ളത്. ഓർക്കുക, ഈ ഒരു ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് ഫോൺ കേസോ അല്ലെങ്കിൽ സ്ക്രീൻ പ്രൊട്ടക്ടറോ ഒന്നും തന്നെ ഫോണിനൊപ്പം കിട്ടുന്നില്ല. പിന്നെ നമുക്ക് ലഭിക്കുന്നത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 25 വാട്ടിൻ്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ്. സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് 25 വാട്ട്. പിന്നെ അതുപോലെ തന്നെ ടൈപ്പ് സി കേബിൾ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ഭാഗവും ടൈപ്പ് സി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു മൊബൈലിൽ നിന്ന് നമ്മുടെ മൊബൈലിലേക്ക് ചാർജ് കയറ്റാനായിട്ട് കഴിയും. ഇനി നമുക്ക് നമ്മുടെ ഫോൺ സ്വിച്ച് ഓൺ ചെയ്യാം. അപ്പോൾ സാംസങ് ഗാലക്സി M31s സെക്യൂർഡ് ബൈ കാനോക്സ് എന്നും അതുപോലെ തന്നെ താഴെയായിട്ട് പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്ന് എഴുതിയതായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കിലാണ് ഈ ഒരു ഫോൺ ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ 6.5 ഫുൾ HD സൂപ്പർ അമോൾഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനായി നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോൺ നമുക്ക് 2 വേരിയൻറ്റുകളിലാണ് ലഭ്യമാവുക. 6GB റാം, അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. പിന്നൊന്നെന്ന് പറയുന്നത് 8GB റാം, 128 ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നിങ്ങനെയാണ്. അതുപോലെ തന്നെ നമുക്ക് 2 കളർ വേരിയൻറ്റുകളിലും ഈ ഒരു ഫോണിൽ ലഭ്യമാക്കാൻ കഴിയുമോ. അതേതെല്ലാമെന്ന് വെച്ചാൽ ബ്ലൂ, ബ്ലാക്ക്, മിറേജ് ബ്ലൂ, മിറേജ് ബ്ലാക്ക് എന്നീ 2 കളർ വേരിയൻറ്റുകളിലും ഈ ഒരു ഫോൺ നമുക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയും. മീഡിയോക്രി ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് വലിയൊരു ഹൈ റിഫ്രഷ് റേറ്റ് ഒന്നും ഇല്ല. ഇനി ഈ ഒരു ഫോണിൽ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് വേർഷൻ എന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു ഫോണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഫോണിൻ്റെ ബോഡിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു ഫോണിനായി നൽകിയിരിക്കുന്നത്. ഗ്ലാസ്റ്റിക് ബോഡി എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബോഡിയുമല്ല, മറിച്ച് ഗ്ലാസ് ബോഡിയല്ല, രണ്ടിൻ്റെയും മിശ്രിതം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. ഒരു ഗ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു ഫോണിനായി നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് പവർ ബട്ടണിൽ തന്നെയാണ്. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രീതിയിലല്ലെങ്കിൽ നല്ലൊരു ഫാസ്റ്റിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് വർക്കാവുന്നുണ്ട്. അത് പൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാറ്ററിയാണ്. 25 വാട്ട് ഫാസ്റ്റ് ചാർജർ കൂടി 6000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. ഗെയിമിങ്ങിന് പ്രാധാന്യം കൊടുക്കാത്ത ഫോണാണെങ്കിലും നമുക്ക് നല്ലൊരു രീതിയിൽ ഗെയിം കളിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് ഉപയോഗിക്കുന്ന പ്രൊസസ്സർ ഏതാണെന്ന് വെച്ചാൽ സാംസങ്ങിൻ്റെ തന്നെ എക്സിനോസ് 9611 എന്ന പ്രൊസസ്സറാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കി നോക്കാം. സൂപ്പർ വീഡിയോ ക്വാളിറ്റി. ഇനി നമുക്കിതിൻ്റെ അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറയാണ്. ഒരുപാട് പ്രത്യേകതകളും ഫീച്ചേഴ്സും ഉള്ള ഒരു ക്യാമറയാണ് സാംസങ് M31s. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെക്കുറിച്ച് വിശദമായൊരു ക്യാമറ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ക്വാഡ് ക്യാമറയാണ് ഈ ഒരു ഫോണിനായി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് പ്രത്യേകത ഈ ഒരു ക്യാമറയ്ക്കുണ്ട്. അതൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിങ്ങിലേക്ക് കടക്കാം. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഫോൺ 6GB റാം, അതുപോലെ തന്നെ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, ബ്ലൂ കളർ ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഒരു ഫോണിൻ്റെ റേറ്റ് വരുന്നത് 19,500 രൂപയാണ്. അതുപോലെ തന്നെ 8GB റാം, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ഈ ഒരു ഫോണിൻ്റെ റേറ്റ് വരുന്നത് 21,500 രൂപയാണ്. ഇതിൻ്റെ ക്യാമറ റിവ്യൂ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.